ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് 20 മാർക്കിനാണ് നമുക്ക് ബാങ്കിങ് എന്ന ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് ബാങ്കിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. നമ്മുടെ ബാങ്കിങ്ങിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. ഇതിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ആണ് പറയുന്നത്. ഷെഡ്യൂൾഡ് ബാങ്ക്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ ഫോറിൻ ബാങ്ക്, ലോക്കൽ ഏരിയ ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് റേഷ്യോസ് ആയിട്ടുള്ള CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഈ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നീട് സെക്കൻഡ് മൊഡ്യൂളിൽ എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ, ആന്റി മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് RBI എക്സെട്ര. അതായത് KYCയും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മണി ലോണ്ടറിംഗ്, PMLA ആക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നീടുള്ളത് റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ RBIയും അതിൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ കമ്മിറ്റീസ്, RBIൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താണ് പഠിക്കണം. RBIയുടെ ഫോർമേഷനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. പിന്നീട് BR ആക്ട് 1949, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കിങ് പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് BR ആക്ട് 1949. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ആൾട്ടർനേറ്റീവ് ചാനൽസ് ഓഫ് പേയ്മെൻറ്റ്, RTGS, നെഫ്റ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, UPI, ATMs, CDM, POS, പിന്നെ അതുപോലെ ക്വിക്ക് റെസ്പോൺസ് കോഡ്, പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കോർ ബാങ്കിങ് സൊല്യൂഷൻ, കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് മോഡേൺ ബാങ്കിങ്ങിന്റെ പാർട്ടിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ JCIക്കും കേരള ബാങ്കിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ ഇതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ബാങ്കിങ്ങിനെ തന്നെ രണ്ടായിട്ട്, മോഡേൺ ബാങ്കിങ്ങും ട്രഡീഷണൽ ബാങ്കിങ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാനുണ്ട്. അതിൽ മോഡേൺ ബാങ്കിങ്ങിൽ വരുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. പിന്നീട് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്, നോട്ട് റീഫണ്ട് റൂൾസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫേക്ക് കറൻസി നോട്ട്, സൈബർ ക്രൈം, ഫണ്ട് മാനേജ്മെന്റ്. ഇത് നിങ്ങൾക്ക് എന്താണ് അധികം ഫെമിലിയർ അല്ലാത്ത ഏരിയ ആയിരിക്കും. പിന്നീട് അതുപോലെ തന്നെ ഗ്രിവൻ റിഡ്രസൽ മെക്കാനിസം, ഇന്റഗ്രേറ്റഡ് ഒംബുഡ്സ്മാൻ സ്കീം 2021, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ നോമിനേഷൻ റൂള്, സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിം ഓൺ ഡിസീസ് അക്കൗണ്ട്, പിന്നെ ഗാർണിഷ് ഓർഡർ, അറ്റാച്ച്മെന്റ് ഓർഡർ, റൈറ്റ് ഓഫ് ജനറൽ ലീൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൂൾസ് ഓഫ് അപ്രോപ്രിയേഷൻ, മാൻഡേറ്റ് ആൻഡ് പവർ ഓഫ് അറ്റോർണി, ലീന്, പ്ലഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, മോർഗേജ്, ഇതിൻ്റെയൊക്കെ ടൈപ്പും പഠിക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ടോപ്പിക്സ്, ഇതിൽ ചില ഏരിയാസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, ചിലത് നിങ്ങൾക്ക് എന്താണ് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഇഷ്യൂ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഡ്യൂപ്ലിക്കേറ്റ് DD, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, സേഫ് കസ്റ്റഡി ഓഫ് ആർട്ടിക്കിൾസ്, RBI ഗൈഡ് ലൈൻസ് ഓൺ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഓഫ് ഡെഫ് അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് ലിമിറ്റേഷൻ ഇൻ ബാങ്കിങ്, TDS ആൻഡ് ഇൻകം ടാക്സ് പ്രൊവിഷൻ. ഈ ഡെഫ് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഡെഫ് അക്കൗണ്ട്, അതിൽ എത്ര കാലം കഴിഞ്ഞാലാണ് അത് നമുക്ക് ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റുക, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റിന് എത്ര കാലം കഴിഞ്ഞാലാണ് ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലിമിറ്റേഷൻ, ലോ ഓഫ് ലിമിറ്റേഷൻ ബാങ്കിങ്, TDS ആൻഡ് ഇൻകം ടാക്സ് പ്രൊവിഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാങ്കിങ് 20 മാർക്കാണ്. ഈ 20 മാർക്ക് എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. നമ്മളുടെ CSEBയുടെ കട്ട് ഓഫ് ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം CSEBയുടെ റേഞ്ച് എന്ന് പറയുന്നത് കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും 80 മാർക്കിലായിരുന്നു നമ്മളുടെ മുന്നത്തെ പരീക്ഷ. അതിൽ ഒരു 62, 62, 63 വരെയൊക്കെ നമുക്ക് എന്താണ് പല സംഘങ്ങളിലും കട്ട് ഓഫ് മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പം 100 മാർക്കാക്കി അതിൽ 20 മാർക്ക് വരുന്നത് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ നിന്നാണ്. അപ്പോൾ ആ 20 മാർക്ക് സേഫ് ആക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ടാർഗറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബിഗിനേഴ്സ് ബാച്ചും, അതായത് ആദ്യം മുതൽ CSEB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ബിഗിനേഴ്സ് ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ 6 month കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ടോപ്പിക്ക് കണ്ട് നിങ്ങൾ എന്താണ് പേടിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിങ്ങൾക്ക് എന്താണ്
ലൈവ് ക്ലാസ്സിലും അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ലൈവ് ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മളുടെ ആപ്പിലൊക്കെ നമ്മൾ ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST, ബാങ്ക് ഗ്യാരണ്ടി, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഇൻ ബാങ്ക്സ്, ബാങ്ക്സിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡ്സ് എന്തൊക്കെയാണ്, ഡെപ്പോസിറ്റ്, ലോൺ, അഡ്വാൻസ് ഓഫ് ബാങ്ക്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോണ്, പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോൺസ്, അഡ്വാൻസസ്, ടൈപ്പ് ഓഫ് ലോൺസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് MSME സെക്ടർ, ജുവൽ ലോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട് ഓഫ് ഫേംസ്, അപ്രൈസൽ ഓഫ് ലോൺ പ്രപ്പോസൽ, അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ചാർജ് ഓഫ് സെക്യൂരിറ്റി ഡോക്യുമെൻറ്റേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആവില്ല. പിന്നെ റെസൊല്യൂഷൻ ഓഫ് സ്ട്രെസ്ഡ് അസറ്റ്, SMS അക്കൗണ്ട്, ഇൻകം റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ അസറ്റ് ക്ലാസിഫിക്കേഷൻ, പ്രൊവിഷനിങ്, NPA ഗൈഡ് ലൈൻസ്, റിക്കവറി ഓഫ് ലോണ്, ലോക് അദാലത്ത്, ആർബിട്രേഷൻ. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ നമ്മൾ എന്താണ് നോട്ട്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ബേസൽ നോംസ്, റിസ്ക് ഇൻ ബാങ്കിങ് ബിസിനസ്, ക്യാമൽ റേറ്റിംഗ്, ഇതൊക്കെ നമുക്ക് JCIക്കും കേരള ബാങ്കിനും ബാങ്കിങ്ങിൽ വന്ന ഏരിയാസ് ആണ്. ക്യാമൽ കംപ്ലൈൻസ്, ലീഡ് ബാങ്ക് സ്കീം, ആനുവൽ ക്രെഡിറ്റ് പ്ലാൻ, ലീഡ് ബാങ്ക് റിട്ടേൺസ്, പിന്നെ അതുപോലെ DCC, SLBC, DLRC, BLBC, പിന്നെ ഫ്രോഡ്സ് ഇൻ ബാങ്ക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് HDCക്കൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഫ്രോഡ്സ് ഇൻ ബാങ്ക്സ്, എത്തിക്സ് ഇൻ ബാങ്കിങ്, ഫണ്ടമെന്റൽസ്, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, അതായത് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ബാങ്കിങ്ങിൻ്റെ JCIക്കും കേരള ബാങ്കിനും പഠിച്ച കാര്യങ്ങളാണ്. ഈ പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ത്രൂ ബാങ്ക്സ് ഒക്കെ നിങ്ങൾ JCIക്കും കേരള ബാങ്കിനും പഠിച്ചാണ്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പുതിയതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും സിലബസിൻ്റെ ഒരു വെളിച്ചത്തിലാണ്. ഇത് തന്നെയായിരിക്കും നമുക്ക് CSEB എക്സാമിനും CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സിലബസ് വെച്ചിട്ട് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമുക്ക് എന്താണ് മുന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSEB വ്യക്തമായിട്ടൊരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പരന്നൊരു വായന ആവശ്യമായിരുന്നു. ഇപ്പോൾ ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നമ്മൾ ബാച്ചസ് ഗോയിങ് ഓൺ ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്തവണത്തെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നമുക്ക് CC യോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്